إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നന്മകളെയും പുണ്യകർമ്മങ്ങളെയും ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നാം എല്ലാവരും. ഒരു നന്മ പ്രവർത്തിക്കുന്നവൻ അല്ലെങ്കിൽ പോലും ആ നന്മയെയും ആ നന്മ ചെയ്യുന്നവരെയും നാം ഇഷ്ടപ്പെടാറുണ്ട്. നന്മകൾ പ്രവർത്തിക്കുന്നതിലും അവയോടുള്ള സമീപനത്തിലും വിവിധ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അതറിയുക എന്നത് ദീനിൽ അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ടതുമാണ്. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബാധ്യതയായി ഏറ്റെടുത്തതാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. സൂറത്തുൽ കഹ്ഫിലെ 30-ാം വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത് ഈമാനും അതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവരാരോ ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല, ആ നിലക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ പ്രതിഫലം നാം പാഴാക്കുകയില്ല എന്നാണ്. അല്ലാഹു നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ദീനിൽ നിർദ്ദേശിക്കപ്പെട്ട പോലെ തന്നെയാവണം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ വചനം നമുക്കൊക്കെ സുപരിചിതമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും മരണശേഷമുള്ള ജീവിതവും സൃഷ്ടിച്ച് സംവിധാനിച്ചത് എന്തിന് എന്ന് വ്യക്തമാക്കുകയാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ. ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലം യഖുൽ അക്സറു അമല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ എന്നാണ് പറഞ്ഞത്. അതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അഖ്ലസുഹു വ അസ്വബുഹു മാ കാന ഖാലിസൻ ലില്ലാ വമാ അസ്വാബത്തി സുന്ന. ഒരു കർമ്മം അത് ഖാലിസാവണം, അത് അല്ലാഹുവിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് നിർവഹിക്കുന്നതാകണം. അതോടൊപ്പം ആ കർമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും ഇത്തിബാ ചെയ്യുകയും വേണം. ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ഖാലിസൻ വബുതുഗിയ ബിഹി വജ്ഹുഹു.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വജ്ഹ് ആഗ്രഹിച്ച് നിർവഹിച്ചതല്ലാത്ത ഒരു കർമ്മവും സ്വീകരിക്കുകയില്ല എന്നാണ്. അള്ളാഹുവിന് വേണ്ടത് ഖാലിസായ അവൻ്റെ വജ്ഹ് ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണ്. സൂറത്തുൽ കഹ്ഫ് നമ്മളൊക്കെ പാരായണം ചെയ്ത് അവസാനിപ്പിക്കുന്നത് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. സൂറത്തുൽ കഹ്ഫിലെ അവസാന വചനം. ഈ വചനത്തെ വിശദീകരിച്ച് ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞു, വഹാദാനി റുക്ന അൽ അമൽ അൽ മുതഖബ്ബൽ ലാബുദ്ദ അൻ യകൂന ഖാലിസൻ ലില്ലാഹ് സ്വവാബൻ അലാ ശരീഅത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കർമ്മം പരലോകത്ത് സ്വീകരിക്കപ്പെടാൻ ആവശ്യമായ 2 അടിസ്ഥാന റുക്കുനുകൾ പഠിപ്പിക്കുന്നു. അതൊന്ന് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് നിർവഹിക്കുന്നതാകുക, ആ നിർവഹിക്കുന്ന പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീഅത്തിലൂടെ പഠിപ്പിച്ച് കാണിച്ചു തന്ന നിലക്കുമാകുക എന്നതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞത് കാണും, അൽ അമലു ബിഗൈരി ഇഖ്ലാസിൻ വലഖ്തിദാഇൻ കൽ മുസാഫിരി യംലഉ ജിറാബഹു റംലൻ യൻഖുലുഹു വലാ യൻഫഉഹു. അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാത്ത ഒരു പ്രവൃത്തിയിൽ മുഴുകുന്നവൻ്റെ ഉപമ ഒരു യാത്രക്കാരനെ പോലെയാണ്. ആ യാത്രക്കാരൻ തൻ്റെ കയ്യിലുള്ള ബാഗിൽ അല്ലെങ്കിൽ സൂട്ട് കേസിൽ മണൽ നിറച്ചിട്ടുണ്ട്. ആ മണലുമായിട്ടാണ് ആ യാത്രക്കാരൻ യാത്ര ചെയ്യുന്നത്. ലാ യൻഫഉഹു. തൻ്റെ ബാഗിൽ നിറച്ച ആ മണൽ കൊണ്ട് എന്തുപകാരമാണ് ആ യാത്രക്കാരനുണ്ടാവുക? ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമോ? മറ്റെന്തെങ്കിലും ഉപകാരം മണൽ നിറച്ച് തൻ്റെ ബാഗിൽ നിറയെ മണലുമായി യാത്ര പോകുന്നവൻ എന്തുപകാരമാണ് അവനുണ്ടാവുക? ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യാത്ത കർമ്മങ്ങളിൽ മുഴുകുന്നവരുടെ ഉപമ എന്ന് പഠിപ്പിച്ചത് കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നന്മയായി തോന്നുന്നവയെല്ലാം ഇസ്ലാമിൽ നന്മയല്ല. ദീനിലെ ഒരു അടിസ്ഥാന നിയമമാണത്. ഒരുപക്ഷെ നമുക്കത് നന്മയായി തോന്നും, ആളുകൾ കൂടുതൽ ചെയ്യുന്നു, ഒരുപക്ഷെ ഭക്തിയും അതിലുള്ള ആത്മാർത്ഥതയും ഒക്കെ നമ്മൾക്ക് കാണുന്നു, അത് നല്ലതാണ് എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നു. പക്ഷേ ദീനിൽ അത് നന്മയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്തവരെ അധിക്ഷേപിച്ച വചനം ധാരാളം വിശുദ്ധ ഖുർആനിലുണ്ട്. അതിലൊന്നാണ് ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, കർമ്മങ്ങൾ ചെയ്ത് നാളെ പരലോകത്ത് പരാജയപ്പെട്ടവരെ നാം നിനക്ക് അറിയിച്ചു തരട്ടെയോ? അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായിട്ടുണ്ട്, അവർ ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്നാണ് അവർ കരുതുന്നത്. അള്ളാഹു അവരെ കുറിച്ച് അവിടെ തന്നെ പറഞ്ഞത്, ഫഹബിത്വത് അഅ്മാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാണ്, നാളെ പരലോകത്ത് അവർക്ക് ഒരു വസ്നും, അള്ളാഹുവിൻ്റെ അടുക്ക് ഒരു സ്ഥാനവും ഒരു തൂക്കവും അവർക്കില്ല എന്ന് അള്ളാഹു ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്താൻ. ഷഅബാൻ മാസത്തിൽ ഇതുപോലുള്ള കുറേ നന്മകൾ, ഇല്ലാത്ത നന്മകൾ, ദീനിൽ ഒരിക്കലും സ്ഥിരപ്പെടാത്ത നന്മകൾ നമ്മൾ കേൾക്കുന്നു. ഷഅബാൻ 15 നോമ്പ് തനിച്ച ബിദ്അത്താണ്. ഒരു ഹദീസ് കൊണ്ടും റസൂലുള്ളയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ അവർ ഷഅബാൻ 15 മാത്രമായി ഷഅബാനിലെ 15 ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ നോമ്പ് അനുഷ്ഠിച്ചതിന് ഒരു തെളിവുമില്ല. സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണോ? ഷഅബാൻ 13, 14, 15 നോമ്പ് അനുഷ്ഠിക്കുക. അപ്പോൾ അയ്യാമുൽ ബീദിലെ സുന്നത്ത് കിട്ടും. ഷഅബാൻ 15 നോമ്പ് ബിദ്അത്താകുമ്പോൾ ഷഅബാനിലെ 13, 14, 15 നോമ്പ് നമുക്ക് സുന്നത്താണ്. ഒരു ബിദ്അത്ത് ഒഴിവാക്കുമ്പോൾ നമുക്ക് 2 സുന്നത്ത് ഏറെ കിട്ടുന്നുണ്ട് എന്നർത്ഥം. നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുന്നവർ 13, 14, 15 നോമ്പ് അനുഷ്ഠിക്കുക. 15 പ്രത്യേകമായ നോമ്പ്. അതുപോലെ സ്വലാത്തുർ റഗായിബ്, റഗായിബിൻ്റെ നമസ്കാരം, ഇത്ര എണ്ണം നമസ്കാരം, അതിനൊക്കെ ആളുകൾ എത്ര പാടുപെടുകയാണ്, എത്ര സമയം ചെലവഴിക്കുകയാണ്.
ഇതൊക്കെ നന്മകളായി കേൾക്കുമ്പോൾ ഇവ നന്മകളല്ല എന്ന് ഇവിടെ വെച്ച് പറയാൻ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അതാണ് കാരണം. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആര് ചെയ്താലും അത് തള്ളപ്പെടേണ്ടതാണ്. ഈ നിലക്ക് നന്മകളാണ് എന്ന് സമൂഹം വിചാരിക്കുന്ന നമുക്കും ഒരുപക്ഷെ നന്മയായി തോന്നുന്നുവെങ്കിൽ അത് നന്മയല്ല, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടത് മാത്രമാണ് നന്മ. അതുകൊണ്ട് നമ്മുടെ ബാധ്യത വഹയിലൂടെ സ്ഥിരപ്പെട്ട നന്മകളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിനൽ അംബിയാഇ നബിയ്യുൻ ഇല്ലാ ഉഅ്തിയ മിനൽ ആയാതി മാ മിസ്ലുഹു ആമന അലൈഹിൽ ബശർ. എല്ലാ നബിമാർക്കും ഓരോ നബിമാരുടെ കാലഘട്ടത്തിലും ആ നബിമാർ ഏതൊരു സമൂഹത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്, ആ മനുഷ്യർക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ, ആയാത്തുകൾ എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ നബിമാർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആളുകൾക്ക് വിശ്വാസികളാകാൻ, അവിശ്വാസികളാകാതെ ജീവിക്കാൻ പറ്റിയ ആയാത്തുകൾ എല്ലാ നബിമാർക്കും കിട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, വ ഇന്നമാ കാനല്ലദീ ഊതീതുഹു വഹയ്യൻ ഔഹാഹുല്ലാഹു ഇലയ്യ. എന്നാൽ എനിക്ക് കിട്ടിയ തെളിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എനിക്ക് തന്ന വഹയ്യുകളാണ്. അള്ളാഹു എന്നിലൂടെ വഹയ്യുകളായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന സുന്നത്തുകളാണ് എനിക്ക് കിട്ടിയ തെളിവുകൾ. ഫഅർജു അൻ അകൂന അക്സറഹും താബിഅൻ യൗമൽ ഖിയാമ. അതുകൊണ്ട് തന്നെ ഞാൻ എന്നിലൂടെ പഠിപ്പിക്കപ്പെട്ട വഹയും ആ വഹയിലൂടെ സ്ഥിരപ്പെട്ട നന്മകളും ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ പരലോകത്ത് വരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ്. ആ കൂട്ടത്തിൽ പെടാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ. എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ കടക്കും, ഇല്ലാ മൻ അബ, വിസമ്മതിച്ചവരെ ഒഴികെ. ഖീല മൻ യഅബ യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ ദൂതരെ ആരാണ് വിസമ്മതിച്ചവർ? ഖാല മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ. എന്നെ അനുസരിച്ച് ജീവിച്ചവരാരോ അവർ സ്വർഗത്തിൽ കടക്കും, എന്നോട് അനുസരണക്കേട് കാണിച്ചവരാരോ അവരാണ് വിസമ്മതിച്ചവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. ഇതാണ് ദീനിന്റെ അടിത്തറ. ഇത് നമ്മൾ ഓരോരുത്തരും പഠിക്കണം. ഇത് പഠിക്കാതെ നല്ലതല്ലേ എന്ന് കരുതിയാൽ വരാൻ പോകുന്നത് നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമാണ് എന്നതാണ്. ഹസനുൽ ബസ്രി റഹിമഹുല്ലയുടെ ഒരു വിലപ്പെട്ട ഉപദേശം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അസ്സുന്നത്തു നബിചര്യ വല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ബൈനൽ ഗാലി വൽ ജാഫി. നബിചര്യ എന്നത് ബൈനൽ ഗാലി വൽ ജാഫി, അമിതമായ തീവ്രതക്കും ഒട്ടും തീവ്രതയോ അല്ലെങ്കിൽ ഒരു താല്പര്യവുമില്ലാത്ത ജാഫി എന്ന് പറയുന്ന ഉണങ്ങി വരണ്ട അവസ്ഥക്കും ഇടയിലാണ്. അതുകൊണ്ട് ഫസ്ബിറു അലൈഹ റഹിമക്കുമുല്ലാഹ്, നിങ്ങൾ സുന്നത്തിലായി ക്ഷമയോടെ നിലകൊള്ളുക, അള്ളാഹു നിങ്ങളിൽ റഹ്മത്ത് ചൊരിയട്ടെ. ഫഇന്ന അഹ്ലസുന്ന കാനു അഖല്ലന്നാസി ഫീമാ മള. കാരണം കഴിഞ്ഞുപോയ മനുഷ്യ സമൂഹങ്ങളിൽ സുന്നത്തനുസരിച്ച് ജീവിച്ചവർ വളരെ കുറവായിരുന്നു. വഹും അഖല്ലുന്നാസി ഫീമ ബഖിയ. ഇനിയുള്ള കാലം, വരാൻ പോകുന്ന നിലനിൽക്കുന്ന കാലത്തും സുന്നത്തിന്റെ കൂടെ നിലകൊള്ളുന്നവർ ന്യൂനപക്ഷമായിരിക്കും. അല്ലദീന ലം യദ്ഹബു മഅ അഹ്ലിൽ ഇത്റാഫി ഫീ ഇത്റാഫിഹിം വലാ മഅ അഹ്ലിൽ ബിദ്അ ഫീ ബിദ്അഹിം. ആ സുന്നത്തിന്റെ ആളുകൾ ഒരിക്കലും ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന് സുഖലോലുപതയിൽ മാത്രം ജീവിച്ചവരോടൊപ്പം അവർ പോയിട്ടില്ല, ബിദ്അത്തിന്റെ ആളുകളുടെ കൂടെയും അവർ പോയിട്ടില്ല. വസ്വബറു അലാ സുന്നതിഹിം ഹത്താ ലഖു റബ്ബഹും. നാളെ പരലോകത്ത് തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ അവർ സുന്നത്തിലായി ക്ഷമിച്ചവരാണ്. ഫകദാലിക ഇൻഷാ അല്ലാഹു ഫകൂനു. അതുപോലെ അള്ളാഹ് ഉദ്ദേശിച്ചാൽ നിങ്ങളും ആകുക എന്നാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലയുടെ ഉപദേശം. ഒരു വിലപ്പെട്ട ഉപദേശം. ഇന്നത്തെ കാലത്ത് ദീനിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോവുക രണ്ട് നിലക്കാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അത് പറഞ്ഞു, മാ അമറല്ലാഹു ബി അംരിൻ ഇല്ലാ വലിശ്ശൈത്വാനി ഫീഹി നസ്അതാനി. അല്ലാഹ് ഒരു കൽപ്പന ഇറക്കിയാൽ, അല്ലാഹ് ഒരു കാര്യം കൽപ്പിച്ചാൽ പിശാച് രണ്ട് നിലക്ക് മനുഷ്യനെ അതിൽ നിന്ന് ഊരിയെടുക്കും. ഇമ്മാ ഇലാ തഫ്രീത്തിൻ വ ഇളാഅ. ഒന്നുകിൽ അള്ളാന്റെ ആ കൽപ്പനയിൽ വീഴ്ച വരുത്തുന്ന, അതിനൊട്ടും താല്പര്യമില്ലാത്തവനായി പിശാചവനെ മാറ്റും. വ ഇമ്മാ ഇലാ ഇഫ്റാത്തിൻ വ ഉലുവിൻ. അല്ലെങ്കിലോ ആ ചെയ്യുന്ന കർമ്മങ്ങളിൽ അമിതമായി ബിദ്അത്തും
അമിതമായ കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പിശാച് അവനെ കൊണ്ടെത്തിക്കും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞത് വദീനുല്ലാഹി വസ്തുൻ ബൈനൽ ജാഫി അൻഹു വൽ വാലിഫിഹി എന്നാണ്. അള്ളാന്റെ ദീന് ഇതിന് രണ്ടിനും നടുവിലാണ്, മധ്യത്തിലാണ്. അത് അതിതീവ്രമായ നിലപാട് അതിലില്ല. വറ്റി ഉണങ്ങിയ പോലെ ഒന്നിനോട് താല്പര്യമില്ലാത്തൊരവസ്ഥ അതുമില്ല. അതിനിടയിലുള്ള വസ്തുവിലാണ് ദീനുള്ളത്. ആ വസ്തു, ആ മധ്യമമായ നിലപാടിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉണ്ടാകേണ്ടത്. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. നന്മകളിൽ നാം സ്വീകരിക്കേണ്ട ഒരു നിലപാട് കൂടി പണ്ഡിതന്മാർ പറഞ്ഞത് കേൾപ്പിക്കുകയാണ്. കുൻ ഫിൽ ജാനിബില്ലദീ ഫീഹില്ലാഹു വറസൂലു. ഏതൊരു വിഷയത്തിലും അല്ലാഹും റസൂലും ഏത് ഭാഗത്താണ് നിലകൊള്ളുന്നത് അതിൽ നീ ഉണ്ടാകുക. വഇൻ കാന അന്നാസു കുല്ലുഹും ഫിൽ ജാനിബിൽ ആഖർ. മനുഷ്യരൊക്കെ ആ നിലപാടിനും ആ ഭാഗത്തിനും എതിരാണെങ്കിലും നമ്മളുമായി ബന്ധമുള്ള ഏത് വിഷയത്തിലും, അത് ദുന്യവിയാവട്ടെ, ദീനിയായ ഉഖറവിയായ കാര്യങ്ങളാവട്ടെ, അതിലൊക്കെ നമുക്ക് അള്ളാഹും റസൂലും നിലകൊണ്ട ഒരു വഴിയുണ്ടാകും. ആ വഴിയിൽ നിലനിൽക്കുക. അതിനെതിരിലായിരിക്കും ഭൂരിപക്ഷ മനുഷ്യർ അതിൽ നിലകൊള്ളാതിരിക്കുക. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല പറയുമായിരുന്നു, ഇത്തബി തുറുക്കൽ ഹുദാ വലാ യദുറുക ഖില്ലത്തുസ് സാലിഖീൻ. നീ ഹിദായത്തിൻ്റെ ശരിയായ സന്മാർഗത്തിൻ്റെ വഴികൾ പിന്തുടരുക. വലാ യദുറുക ഖില്ലത്തുസ് സാലിഖീൻ. അതിലൊട്ടും ആളുകളില്ലല്ലോ, ന്യൂനപക്ഷമാണല്ലോ അതിൻ്റെ കൂടെ എന്നത് നിനക്കൊരു ഉപദ്രവം ഉണ്ടാകേണ്ടതില്ല. വ ഇയ്യാക വ തുറുക്കൽ ലലാല. വഴികേടിൻ്റെ വഴികളെ നീ സൂക്ഷിക്കണം. വലാ തഗ്തറ ബികസറത്തിൽ ഹാലിഖീൻ. ആ വഴികേടിൽ അകപ്പെട്ട് നശിക്കുന്ന ഭൂരിപക്ഷത്തെ കണ്ട് നീ വഞ്ചിതനാകുകയും വേണ്ട എന്നാണ്. ഇത് വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ ആശയം ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല പറഞ്ഞതാണ്. വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. ഇതാണ് നേരായ വഴി, ആ മാർഗത്തെ പിന്തുടരുക. അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള വഴികേടുകളുടെ വഴികൾ, പിശാച് കൊണ്ടുപോകുന്ന വഴികൾ ധാരാളമാണ്. അവയെ സൂക്ഷിക്കുക. അതിലാണ് പെടുന്നതെങ്കിൽ ഈ ശരിയായ മാർഗത്തിൽ നിന്ന് തെന്നിപ്പോകുമെന്നതാണ്. നമ്മൾ നിരന്തരം റബ്ബിൻ്റെ മാർഗത്തിൽ നിലകൊള്ളാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ റബ്ബിൻ്റെ മാർഗം എവിടെയാണുള്ളത് അത് അന്വേഷിക്കുക. അത്തരം ആളുകളുടെ കൂടെ നിലകൊള്ളുക. അതാണ് നമ്മുടെ ബാധ്യത. അവർക്കാണ് സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നഹ് وأمتنا مع الإيمان والتوبة. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا اغفر لنا ولوالدينا ولا